ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങളുടെ മലബാർ പാലസിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ കോഴിക്കോട് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ലാസ്റ്റ് ഇപ്പോൾ പാരഗൺ റെസ്റ്റോറൻറ്റ്. ലോകത്തിലെ ഏറ്റവും മികച്ച 11ാമത്തെ ഫുഡ് സ്പോട്ടായിട്ട് കണക്കാക്കിയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ഇതിനിപ്പോൾ പലയിടത്തും ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു, സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്പം നേരെ നമ്മൾ പോകുന്നത് തലശ്ശേരിയിലേക്കാണ്. ഈ കാണുന്നത് കോരപ്പുഴ പാലം, കോഴിക്കോട് ജില്ലയുടെ പ്രധാനപ്പെട്ടൊരു ഐക്കണാണ് ഈ ഒരു പുഴ എന്ന് പറയുന്നത്, കോരപ്പുഴ. അവിടുന്ന് പിന്നെ കോഴിക്കോടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടി യാത്ര ചെയ്യുകയാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ, അടിപൊളിയാട്ടോ, സൂപ്പർ, നല്ല രസമുണ്ട്. അങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പുഴയും പാലമൊക്കെ കടന്ന് ഇപ്പോൾ ഞങ്ങൾ കാപ്പാടിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. കാപ്പാട് ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പലർക്കും ഓർമ്മ വരുന്നത് വാസ്കോ ഡ ഗാമയായിരിക്കും. ഏകദേശം 1498 പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലമാണ് കോഴിക്കോടിൻ്റെ സ്വന്തം കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചിൽ അദ്ദേഹം ഏകദേശം 525 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കേട്ടോ വന്നിറങ്ങിയത്. നല്ല രസമാണ് ബീച്ചൊക്കെ കാണാനായിട്ട്. ഇത് കാണുമ്പോഴത്തേക്കും എന്തോ പഴയ ഓർമ്മകളും നമ്മൾ ആ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ചു പോകും. വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ഇവിടുന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. പോർച്ചുഗീസ് അധിനിവേശവും അതിനുശേഷം ഡച്ചുകാർ, ലാസ്റ്റ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ വന്നിട്ട് ഇന്ത്യ മൊത്തം കീഴടക്കി. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം, അങ്ങനെ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടുന്നായിരുന്നു. ഇത് അവിടെയുള്ളൊരു പാർക്കാണ്, വാസ്കോ ഡ ഗാമയാണ് കേട്ടോ ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേരുള്ള പാർക്കാണ്. പക്ഷേ ഇപ്പോൾ റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് പ്രവേശനം കിട്ടിയില്ല. ഇതാണ് കാപ്പാട് ബീച്ചിൻ്റെ ഒരു ഏകദേശ രൂപം. ചരിത്രപരമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് കോഴിക്കോട്, നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തിനെ സംബന്ധിച്ചും. അങ്ങനെ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി. ഇപ്പോൾ കൊയിലാണ്ടി വഴിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി, വടകര, അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എല്ലാം NHൻ്റെ പണി നടക്കണം, NH66. പഴയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, ഈ NHനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരെ മുംബൈയിലേക്കാണ് ഈ റോഡ് പോകുന്നത്. ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ റെനോവേഷൻ്റെ. അങ്ങനെ അവസാനം ഞങ്ങൾ തലശ്ശേരി ടൗണിലെത്തി. ഇതാണ് തലശ്ശേരി. രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ നല്ല മഴയായിരുന്നു തലശ്ശേരി ടൗണിൽ. തലശ്ശേരി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയും ടൗണും ഒക്കെ തന്നെയാണ്. ഫാഷന് ഇത്രയധികം മുൻഗണന നൽകുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടോയെന്ന് ഡൗട്ടാണ് കേട്ടോ. കാരണം എവിടെ തിരിഞ്ഞാലും ഫാഷൻ സ്റ്റോഴ്സാണ്. പിന്നെ അവിടെ കണ്ടൊരു പ്രധാനപ്പെട്ടൊരു ഐക്കൺ എന്ന് പറയുന്നത് ഈ APJ അബ്ദുൽ കലാം സാറിൻ്റെ പ്രതിമയാണ്. ഇന്ത്യയിൽ ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മഹത് വ്യക്തിയാണ് APJ സാർ. പിന്നെ ഞങ്ങൾ റൂമൊക്കെ എടുത്തുനിന്ന് ഫ്രഷായിട്ട് തലശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഒരു ഐക്കണായ പാരീസ് ഹോട്ടലിലേക്ക് എത്തി. അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം വയറ്റിൽ സ്ഥലമില്ല, രാവിലെ മുതലേ ഫുഡ് അടി മാത്രമാണ് ഉള്ളത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ, ചായയും ബിരിയാണിയും ഒരു രക്ഷയില്ല. പിന്നെ അവിടെ ഇഷ്ടംപോലെ മലബാർ പലഹാരങ്ങളൊക്കെ കണ്ടു, പക്ഷേ കഴിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല. പിന്നെ വൈകിട്ടും ഒന്നുകൂടി കറങ്ങാൻ ഇറങ്ങി. അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലശ്ശേരിയിൽ നേരത്തെ പറഞ്ഞ പോലെ എവിടെ തിരിഞ്ഞാലും ഷോപ്പുകൾ തന്നെയാണ്, ടെക്സ്റ്റൈൽ ഷോപ്സ് തന്നെയാണ്. ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനും എല്ലാം, ഷൂ, ചപ്പൽ എല്ലാം ഉണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു അട്രാക്ഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഒരു രക്ഷയില്ല, തലശ്ശേരി വേറെ ലെവൽ. ഒന്ന് കറങ്ങിയ ശേഷം തിരികെ റൂമിലേക്ക് പോയി. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾക്ക് ഇവിടുന്ന് മംഗലാപുരത്തേക്കാണ് പോകാൻ പ്ലാൻ, കർണാടകയിലെ മംഗലാപുരം. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.